ഒരാനയും പാപ്പാനും പോലെയുള്ള ബന്ധം എന്ന് പറയാം. ഒരാനയെ ആനപ്പാപ്പാൻ വടിയും കുന്തവും കാണിച്ച് പേടിപ്പിച്ചും ഇടിച്ചും കുത്തിയും വേദനിപ്പിച്ചുമാണ് അനുസരണ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് എന്നും ആനപ്പാപ്പാൻ കുത്തുന്നും ഉപദ്രവിക്കുന്നതും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ആന പാപ്പാൻ്റെ കൂടെ വളരെ രസകരമായിട്ട് പാപ്പാനെ അനുസരിച്ച് കുഞ്ഞുകുട്ടിയെപ്പോലെ അനുസരിച്ച് നടക്കുന്നതൊക്കെ കണ്ട് ഇവിടെ വലിയ കാവ്യങ്ങളൊക്കെ എഴുതാറുണ്ട്. ആനയും പാപ്പാനും തമ്മിലുള്ള സ്നേഹം. പാപ്പാൻ്റെ വെർഷനാണ് നമ്മൾ കേൾക്കുന്നത്. ആനയുടെ വെർഷൻ എന്താണെന്നറിയോ? ട്രോമ ബോണ്ടാണ്. ആന ഭയന്ന് ഭയവും ജീവിതവും തമ്മിൽ സെറ്റായി പോയതാ. ആനയ്ക്ക് 2 കുത്തും കൊള്ളണം. പിന്നെ അതേ പാപ്പാൻ തന്നെയാണ് വെള്ളം കൊടുക്കുന്നത്, ശർക്കര ഉരുട്ടി കൊടുക്കുന്നത്, ചോറ് ഉരുട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉപദ്രവം സഹിച്ചാൽ തിന്നാനുള്ളത് കിട്ടും. പക്ഷേ ഈ ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം പോലെയാണ് വാസ്തവത്തിൽ ട്രോമ ബോണ്ടുകൾ. പാപ്പാനെ പേടിച്ച് ജീവിക്കുന്ന ആനയുടെ അവസ്ഥ. സ്വന്തം ശക്തി പോലും തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ ആന ഇത്രയും പോകുന്നൊരു പാപ്പാനെ അനുസരിച്ച് ജീവിക്കുന്നില്ലേ? ഈ സ്റ്റേജിലേക്ക് ഒരു വ്യക്തി എത്തുന്നു. ഇത് തിരിച്ചറിയൽ ഞാനൊരു ട്രോമ ബോണ്ടിലാണ്, അല്ലാതെ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പിലല്ല എന്ന് തിരിച്ചറിയുന്ന മൊമെൻറ്റിലാണ് നമുക്ക് ഈ ബന്ധം നിർത്തണോ തുടരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റുക.